everyone, this is me Alina and welcome to my YouTube channel. ഇന്ന് ഡിസംബർ 31 ആണ്. കാനഡയിൽ ഇതുവരെ ന്യൂ ഇയർ ആയിട്ടില്ല. നാട്ടിലൊക്കെ എല്ലാവരും ന്യൂ ഇയർ ആഘോഷിച്ച് തുടങ്ങി. എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ അയച്ചു. ഇനി ഞാനൊരു ന്യൂ ഇയർ പാർട്ടിക്ക് പോകാൻ പോകുന്നതേ ഉള്ളൂ. 2025 അങ്ങനെ കഴിഞ്ഞു. എനിക്ക് വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത്ര ഹാപ്പനിങ് വർഷമൊന്നും ആയിരുന്നില്ല. ബട്ട് ഇറ്റ് വാസ് ഓക്കെ നല്ല സമയങ്ങളുണ്ടായിരുന്നു, ചീത്ത സമയം ഉണ്ടായിരുന്നു, കൂടുതൽ ചീത്ത സമയമായിരുന്നു. പക്ഷെ എന്തൊക്കെയായാലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ദിസ് ടു ഷാൽ പാസ് എന്നാണല്ലോ. നമുക്ക് നെക്സ്റ്റ് ഇയർ എങ്ങനെയാവും എന്നുള്ള പുതിയ പ്രതീക്ഷകൾ, പുതിയ പ്ലാനുകൾ. നെക്സ്റ്റ് ഇയറത്തേക്ക് ഞാൻ വമ്പൻ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരു കാര്യമാണ് യൂട്യൂബിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആവുക എന്നുള്ളത്. യൂട്യൂബിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം റാൻഡമായിട്ട് 2-3 വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐ വാസ് നോട്ട് കൺസിസ്റ്റന്റ്. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ന്യൂ ഇയർ അല്ലേ, പുതിയ തുടക്കമല്ലേ, നമുക്ക് പുതിയതായിട്ട് തുടങ്ങിയേക്കാന്ന്. അപ്പം നമുക്ക് റെഡിയായി ഇന്ന് ന്യൂ ഇയർ പാർട്ടിക്ക് പോവാം. ഓക്കെ, ഞാൻ റെഡിയാവാൻ പോവാണ്. ലൈറ്റ് കുറച്ച് കുറവാണ്, ബിക്കോസ് ഞാൻ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അപ്പാർട്ട്മെന്റ്സിന്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മിക്ക അപ്പാർട്ട്മെന്റ്സിലും ബെഡ്റൂമിൽ ലൈറ്റ് ഉണ്ടാവില്ല. ബെഡ്റൂം അവർ ഉറങ്ങാനുള്ള സ്ഥലമായിട്ട് മാത്രം കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ബെഡ്റൂമിൽ ലൈറ്റ്സ് ഉണ്ടാവാറേ ഇല്ല. അപ്പം നമ്മൾ ഐക്കയെന്നൊക്കെ ഇങ്ങനത്തെ ലൈറ്റ്സ് മേടിച്ച് ബെഡ്റൂമിൽ വെക്കാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ആ ലൈറ്റ്സ് മാത്രമേ നമുക്കുള്ളൂ. ആൻഡ് ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം എനിക്കിങ്ങനെ മേക്കപ്പ് ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നതൊക്കെ വാരി തേച്ചിട്ട് ഒരു ആനച്ചന്താക്കിയിട്ടാണ് പരിപാടികൾക്കെല്ലാം പോവാറ്. ആൻഡ് പരിപാടി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാൻ MC ചെയ്യുന്ന പ്രോഗ്രാമാണിത്. കാനഡയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം കുറേ ഇവൻറ്റ്സ് ഞാൻ MC ചെയ്യാൻ പോകാറുണ്ട്. മലയാളി ഇവൻറ്റ്സ് തന്നെ. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി ഇവൻറ്റ്സ് നടക്കുന്ന ഒരു സ്ഥലമാണ് കാനഡ. സോ എനിക്കിഷ്ടമാണ് സ്റ്റേജിൽ കയറാൻ, ആൾക്കാരോട് സംസാരിക്കാൻ, ഡാൻസ് ചെയ്യാൻ. സോ ഞാനങ്ങനെ കുറേ പ്രോഗ്രാംസ് ഇവിടെ ചെയ്യാറുണ്ട്. അതിലിപ്പം ന്യൂ ഇയറിൻ്റെ ഒരു ഇവൻറ്റിന് നമ്മൾ പോവാണ്. മുടി ഞാൻ നേരത്തെ സെറ്റ് ചെയ്തു, കാരണം അത് കുറേ സമയം എടുക്കുന്ന സംഭവം ആയതുകൊണ്ട് മുടി നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് അല്ലറ മിനുക്കുമണികൾ മുഖത്ത് ചെയ്തിട്ട് നമുക്ക് പോവാം. പറഞ്ഞ പോലെ തന്നെ എനിക്ക് വലിയ പിടുത്തില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. എല്ലാവരും പറയുന്നത് കേൾക്കാം കളർ കറക്റ്റർ യൂസ് ചെയ്യണമെന്ന്. സോ നമ്മൾ കളർ കറക്റ്റർ യൂസ് ചെയ്യാണ്. ഇവിടെ കുറച്ച് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഒക്കെ കളർ കറക്റ്റർ കറക്റ്റ് ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ എന്താണ് ചെയ്യാണല്ലോ, നമുക്ക് ചെയ്ത് നോക്കാം. ഇനി ഒത്തിരി സ്റ്റെപ്സ് ഒന്നും ഇല്ലേ നമ്മുടെ മേക്കപ്പിൽ. ഞാൻ പറഞ്ഞില്ലേ, മേക്കപ്പ് ചെയ്യാൻ അറിയാത്തവർക്കുള്ള സിമ്പിൾ സംഭവമാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് മിക്കപ്പോഴും ചെയ്യാം, ഒരു മോയ്സ്ചറൈസർ അടിക്കും. എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ എപ്പോഴും ഐ വുഡ് പ്രിഫർ യൂസിങ് എ മോയ്സ്ചറൈസർ. അതിൻ്റെ കൂടെ ഇത്തിരി ഫൗണ്ടേഷൻ ആൻഡ് ഇത്തിരി കൺസീലർ. കഴിയാറായി ഇതൊക്കെ. കൺസീലർ ഇത് ജസ്റ്റ് ഞാൻ എന്നിട്ട് മിക്സ് ചെയ്യും. ഈ മോയ്സ്ചറൈസറിൻ്റെ കൂടെ ഇതിങ്ങോട്ട് മിക്സ് ചെയ്യും. എന്തിനിങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ എനിക്കറിയില്ല. ജസ്റ്റ് ആ ഒരു ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് മിക്കപ്പോഴും ഭയങ്കര എളുപ്പമായിട്ട് തോന്നാറുണ്ട്. സോ ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മുഖത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ മേക്കപ്പ് കഴിയാറുണ്ട്. ഞാൻ അങ്ങോട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ എൻ്റെ കണ്ണാടി ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഫോണിൻ്റെ സ്ക്രീനിൽ നോക്കുന്നതിനേക്കാളും കണ്ണാടിയിൽ നോക്കുമ്പോൾ ഈസി ആയതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ വേറെ കൺസീലറിൻ്റെ ഇത് തന്നെ കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഞാനങ്ങനെ അത് വെച്ചിട്ട് അപ്ലൈ ആക്കും. ആഹാ, മനോഹരമായിരിക്കുന്നു. ഇനി ജസ്റ്റ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. സോ യെസ്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്നും അറിയില്ലെങ്കിലും നമ്മൾ വെരി പ്രൊഫഷണലായിട്ട് ഇതൊക്കെ ചെയ്യണം. പണ്ടൊക്കെ ഉണ്ടല്ലോ ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ജസ്റ്റ് ഒരു നോർമൽ ഡേ ആയിരുന്നു. പിറ്റേ ദിവസം ന്യൂ ഇയർ ആണെന്ന് അറിയാം, ബട്ട് സ്റ്റിൽ എന്താ പറയുക, വെരി നോർമൽ ഡേ. ബിക്കോസ് ന്യൂ ഇയറിൻ്റെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ടിപ്പിക്കലി നമ്മുടെ നാട്ടിൽ ഗേൾസ് ഒന്നും അസമയത്ത് പുറത്ത് പോകാറില്ലല്ലോ. ആ സമയത്ത് പുറത്തേക്ക് വിടുകയില്ല. വീട്ടിലും അങ്ങനെ എനിക്ക് ന്യൂ ഇയർ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ പെർക്സ് ഓഫ് ലിവിങ് അബ്രോഡ് എന്ന് പറയുന്ന പോലൊരു പെർക്കാണ് എനിക്കിങ്ങനെ പ്രോഗ്രാംസിനൊക്കെ പോകാൻ പറ്റുന്നത്, ആഘോഷിക്കാൻ പറ്റുന്നത്. സോ ആ ടൈമിലൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പം ഇതൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ ഫീൽസ് ഗുഡ്.
ഒരു ഗ്ലോ ഒക്കെ വന്നില്ലേ? ഐ തിങ്ക് സോ. ഒരു അത്യാവശ്യം ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഈസി മേക്കപ്പ് എന്ന് പറയുന്നത്. മിക്ക പരിപാടിക്കും പോകുമ്പോൾ ഇതാണ് ഞാൻ കാണിക്കാറുള്ള പരിപാടി. പിന്നെ അവിടെ ചിലപ്പോഴത്തേക്കും ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ലൈറ്റ്സ് ഒക്കെ മുഖത്ത് അടിക്കുമ്പോഴത്തേക്കും ബാക്കി ഒക്കെ ലൈറ്റിൻ്റെ ഭംഗികൾ കണ്ടോളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നമുക്ക് കുറച്ച് ബ്ലഷ്. എനിക്ക് ഇതിൽ ഫോണിൻ്റെ സ്ക്രീനിൽ നോക്കിയിട്ട് എല്ലാവരും എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് എനിക്കിതിൽ കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അത് കൂടുതലാണോ കുറവാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അവസാനം ചെയ്തു വരുമ്പോൾ ചതിക്കാത്ത സിന്ധുവിൽ സലികുമ്പാനെ പോലെ ഇരിക്കുമോ എന്നൊരു ടെൻഷനില്ല. അതല്ല എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഞാൻ ഉയർക്കല്ലേ, ഇത്തിരി ഓവറാവാം. ആൻഡ് ഫൈനലി നമ്മൾ സ്പ്രേയും കൂടി അടിക്കും. അതിന് മുന്നേ സെറ്റിംഗ് പൗഡർ ഇടില്ലേ, അതും കൂടി ഇട്ടേക്കാം. ഇനി എനിക്കിഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഈ സ്പ്രേ അടിക്കാന്നുള്ളത്. നല്ല സുഖമാണ് മുഖത്ത് ഈ സ്പ്രേ വരുമ്പോഴത്തേക്കും. എല്ലാവരും ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടാണ് സ്പ്രേ അടിക്കാറ്. പക്ഷെ ഞാൻ എപ്പോഴും കണ്ണ് എഴുതിയിട്ട് പിന്നെ സ്പ്രേ അടിച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കണ്ണ് എഴുതിയത് മൊത്തം പോകും. സോ ഞാൻ ഇത്രയും കഴിയുമ്പോഴത്തേക്കും സ്പ്രേ അടിക്കാറുണ്ട്. ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. പക്ഷേ ചെയ്യാറുണ്ടെന്ന് മാത്രം. നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക് എന്തായാലും എനിക്ക് ഇങ്ങനെ നോക്കിയിടാൻ പറ്റില്ല. കാരണം ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്നു. എങ്ങനെ അടുത്ത് നിന്ന് ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേക്കും ഭയങ്കര വിയേർഡായിട്ട്. നമുക്ക് കണ്ണാടിയിൽ നോക്കി തന്നെ ഞാൻ അത് ചെയ്തിട്ട് വരാം. കണ്ണ് എഴുതാനും ലിപ്സ്റ്റിക്ക് ഇടാനും ക്യാമറയിൽ നോക്കിയിട്ട് ഭയങ്കര പാടായതുകൊണ്ട് ഐ തോട്ട് ഞാൻ കണ്ണാടിയിൽ നോക്കി തന്നെ ചെയ്തു. കണ്ണ് എഴുതിയിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. പല പല ഷെയ്ഡ്സ് ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ടാണ് എപ്പോഴും ഇടാറുള്ളത്. അതുകൊണ്ട് എന്തൊക്കെയോ കളർ ലാസ്റ്റാകുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു കളറാണിത്. ഓൾമോസ്റ്റ് ഡൺ. ഇനിയിപ്പോൾ ഒന്ന് ഡ്രസ്സും കൂടി ചേഞ്ച് ചെയ്താൽ മതി. ആണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സോ ലെറ്റ്സ് ഗോ ചേഞ്ച്. ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചപ്പോൾ തൊട്ട് ഇതെനിക്ക് ചേരുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ ലുക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ഔട്ട്ഫിറ്റായിരുന്നു അത്. നമ്മൾ ഫൈനലി പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി. ഇത്തിരി ലേറ്റായി. എന്നോട് 7:00 പറഞ്ഞത്. പക്ഷെ നമ്മൾ 7:45 7:50 ആയി എത്തിയപ്പോൾ. കാരണം വഴിയിൽ ഭയങ്കര സ്നോ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വരാൻ പറ്റില്ലല്ലോ, കാനഡ അല്ലേ. അപ്പം പരിപാടിയൊക്കെ പയ്യെ തുടങ്ങുന്നേ ഉള്ളൂ. ആൻഡ് യൂഷ്വൽ ബാത്റൂം മിറർ സെൽഫീസിന് വേണ്ടി വന്നതാണ്. പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഹാപ്പി ന്യൂ ഇയർ എവ്രി വൺ. 2026 എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ബെസ്റ്റ് ഇയർ ആവട്ടെ. സോ സീ യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.